നാട്ടിൽ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? പകലും രാത്രിയും അക്രമികൾ അഴിഞ്ഞാടുന്ന കാഴ്ച. സ്കൂളിൽ നിന്നും ജോലി കഴിഞ്ഞും തനിച്ച് യാത്ര ചെയ്യാൻ പോലും പേടിക്കേണ്ട കാലം. മൂവാറ്റുപുഴയിൽ സ്പായിലെ ജീവനക്കാരിയെ അർദ്ധരാത്രിയിൽ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിലേക്കാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ബൈക്കിലെത്തിയ സംഘം യുവതിയെ പിന്തുടർന്ന് മോശമായി പെരുമാറിയത്. പിന്നീട് ടിപ്പർ ലോറിയിൽ കയറിയാണ് യുവതി രക്ഷപ്പെട്ടത്. തുടർന്ന് ടിപ്പർ പിന്തുടർന്ന പ്രതികളെ പിറവത്ത് വെച്ച് വാഹനം തടഞ്ഞ് പോലീസ് പിടികൂടി. 5 അംഗ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകവേ ബൈക്കിലെത്തിയ യുവാക്കൾ യുവതിയെ പിന്തുടരുകയും മോശമായി സമീപിക്കുകയും ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ ബൈക്ക് കൊണ്ട് ഇടിപ്പിക്കാനും ശ്രമമുണ്ടായി. ഈ സമയം അതുവഴി വന്ന ടിപ്പറിൽ യുവതി കയറി. തുടർന്ന് 15 കിലോമീറ്ററോളം സംഘം മാരകായുധങ്ങളുമായി പിന്തുടർന്നു. ഇതോടെ യുവതി പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. ഉടൻ തന്നെ പോലീസ് പാഞ്ഞെത്തി യുവതിയെ സുരക്ഷിതയാക്കുകയായിരുന്നു. പോലീസ് ജീപ്പ് കണ്ടതോടെ സംഘം കടന്നു കളഞ്ഞു. ടിപ്പർ ലോറി ഡ്രൈവറാണ് യുവതിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. യുവാക്കളാണ് പിന്തുടർന്നതെന്ന് യുവതി പറഞ്ഞതോടെ പോലീസ് അന്വേഷണം നടത്തി 5 പേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈസ്റ്റ് മാറാടിയിലുള്ള അജിത്, മീൻകുന്ന് സ്വദേശി അദ്വൈത്, പഞ്ചായത്ത് പടിയിലുള്ള ടോമി ഷാജി, ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന അർജുൻ സനിൽ, മങ്ങമ്പറ ഭാഗത്തുള്ള അശ്വിൻ രഘു എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ SI-മാരായ CR രഞ്ജുമോൾ, S ശ്രീനാഥ്, MM ഉബൈസ്, MV ദിലീപ് കുമാർ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.